ഹലോ, സെയ്ഡ് കിസ്റ്റിലെ ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷനത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡിഡ് അഡ്രിയൻ റിച്ച് പ്ലാൻ ടു സെപ്പറേറ്റ് ഹെർ റിമാർക്സ് ഇൻ ടു പാർട്സ്. അഡ്രിയൻ റിച്ച് അവരുടെ ആ ഒരു സ്പീച്ചിനെ ടു റിമാർക്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയാണെന്നാണ് ചോദിക്കണത്. അഡ്രിയൻ റിച്ച് അവരുടെ റിമാർക്സിനെ 2 പാർട്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഒന്ന് എന്ന് പറയുന്നത് തോട്ട്സ് അബൌട്ട് ദ വുമൻ സ്റ്റുഡൻസ് ഇൻ ഡൗഗ്ലാസ് കോളേജും സെക്കൻഡ് സം തോട്ട്സ് അബൌട്ട് ദ ടീച്ചേഴ്സ് ഇൻ ദ വുമൻസ് കോളേജും. സോ ഒരു പാർട്ട് സ്റ്റുഡൻസിനുള്ളതും ഒരു പാർട്ട് ടീച്ചേഴ്സിനുള്ളതും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെൻഷൻ വൺ ഓഫ് ദ ഡിവാസ്റ്റേറ്റിംഗ് വീക്ക്നെസ്സസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ലേണിംഗ് അക്കോർഡിംഗ് ടു റിച്ച്. ഓക്കെ, യൂണിവേഴ്സിറ്റി പഠനത്തിൽ കാണുന്ന ഒരു വലിയ കുറവ്, അഡ്രിയൻ റിച്ചിൻ്റെ അഭിപ്രായത്തിലുള്ള വലിയൊരു കുറവ് എന്താണെന്ന് ചോദിക്കണം. എന്താണ് അത് പറയുന്നത്? ദ ടോട്ടൽ ഇറേഷർ ഓഫ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് തോട്ട് ഫ്രം ദ കരിക്കുലം ആൻഡ് ഇറ്റ്സ് എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ ആസ് മെമ്പേഴ്സ് ഓഫ് അക്കാഡമിക് കമ്മ്യൂണിറ്റി. അതായത് പാഠ്യപദ്ധതിയിൽ നിന്ന് സ്ത്രീകളുടെ അനുഭവങ്ങളും ചിന്തകളൊക്കെ എടുത്തു കളയുന്നതും പിന്നെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകളെ അംഗങ്ങളാക്കാത്തതും. അതാണ് അഡ്രിയൻ റിച്ചിൻ്റെ അഭിപ്രായ പ്രകാരം യൂണിവേഴ്സിറ്റി ലേണിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഡിവാസ്റ്റേറ്റിംഗ് വീക്ക്നെസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇറേഷർ ഓഫ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് ടീച്ചിങ് ഫ്രം ദ കരിക്കുലം ആൻഡ് എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ ആസ് മെമ്പേഴ്സ് ഓഫ് അക്കാഡമിക് കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ക്ലെയിം ആൻ എഡ്യൂക്കേഷൻ ആൻഡ് ടു റിസീവ് ആൻ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ക്ലെയിം ചെയ്യുക, അവകാശപ്പെടുകയും റിസീവ് അത് ലഭിക്കുകയും ചെയ്യുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കണേ. സോ ടു ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അവകാശപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം ആണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവും. പക്ഷെ ഒരു കാര്യം റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ലഭിക്കുക എന്നാണ് അർത്ഥം. അതായത് നമ്മൾ എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു പാത്രമാവുക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വന്നു ചേരുക, അതൊക്കെയാണ് ടു റിസീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതപ്പോൾ എന്താണ്? ആക്ടിങ് ആൻഡ് ബീങ് ആക്റ്റഡ്, അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് രണ്ടും തമ്മിൽ. എന്തെങ്കിലും ഒന്ന് അഭിനയിക്കുക അല്ലെങ്കിൽ അഭിനയിക്കപ്പെടുക, അല്ലെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിക്കപ്പെടുക, ആ ഒരു ഡിഫറൻസാണ് വരുന്നത്. പിന്നെ സ്ത്രീകളുടെ കേസ് പറഞ്ഞാൽ അത് ജീവിതവും മരണവും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടു ക്ലെയിം മീൻസ് ടു ടേക്ക് ആസ് എ റൈറ്റ്ഫുൾ ഓണർ, but to receive means to come into possession or to act as a receptacle. Okay, the difference is that being acting and being acted upon, and for women it can literally mean the difference between life and death. അപ്പോൾ അതാണ് ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷനും റിസീവിങ് ആൻഡ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡിഡ് വുമൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഡിമാൻഡ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വിമൻ സ്റ്റഡീസ് കോഴ്സസ്? സോ വുമൻ സ്റ്റുഡൻസും ടീച്ചേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ് വുമൻ സ്റ്റഡി കോഴ്സസ് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നത്? സോ വുമൻ സ്റ്റുഡൻസും ടീച്ചേഴ്സും വുമൻ സ്റ്റഡീസ് കോഴ്സസ് കൊണ്ടുവരണം എന്ന് പറയാൻ കാരണം വിമൻ ഡിറക്റ്റഡ് എഡ്യൂക്കേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ക്ലെയിം വിമൻ ഡിറക്റ്റഡ് എഡ്യൂക്കേഷൻ. സോ വുമൻ ഡിറക്റ്റഡ് എഡ്യൂക്കേഷന് ഒരുപാട് പേരിൽ കളിയാക്കപ്പെടുന്നുണ്ട്. അൺസ്കോളർലി, ഗ്രൂപ്പ് തെറാപ്പി, ഫാഡിസം. മാത്രമല്ല അതിൽ ഒരുപാട് വേറെ കുറേ തിരിച്ചടികളും ബഡ്ജറ്റ് കട്ട്സും ഒക്കെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വുമൻ സ്റ്റഡീസ് ഇപ്പോൾ ഗ്രോയിങ് ആണ്. അത് വുമണിന് ഒരുപാട് കാര്യത്തിലുള്ള അവരുടെ വിഷൻ അല്ലെങ്കിൽ അവർക്ക് വളരാൻ പറ്റുന്ന ഒരു ഇത് കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പോൾ. സോ വുമൻ സെൻറ്റേർഡ് അല്ലെങ്കിൽ വുമൻ ഡിറക്റ്റഡ് എഡ്യൂക്കേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡസ് അഡ്രിയൻ റിച്ച് ഡിഫൈൻ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് യുവർ സെൽഫ് ഫ്രം ദ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്? സോ നിങ്ങളോടുള്ള ചുമതല നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക, അതെങ്ങനെയാണ് അഡ്രിയൻ റിച്ച് നിർവചിച്ചതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വെച്ചാൽ സൊസൈറ്റിയിൽ വളർന്നു വരുമ്പോൾ വിമൻ്റെ അടുത്ത് സൊസൈറ്റി പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം ഫസ്റ്റ്, സ്വയമുള്ള റെസ്പോൺസിബിലിറ്റി സെക്കൻഡ് ആയിരിക്കണം. പിന്നെ അവർക്ക് മുന്നിൽ കാണിക്കുന്ന മാതൃകകൾ എന്ന് പറയുന്നത് ഒന്ന് എല്ലാം ത്യജിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ, പിന്നെ ബുദ്ധി ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാത്ത കുറച്ച് മോഡൽസ്, പിന്നെ ചുറ്റും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടക്കുമ്പോഴും അതൊക്കെ കേട്ടിരിക്കുന്ന വേറൊരു മോഡൽ. ഇതൊക്കെയാണ് സമൂഹം കാട്ടിക്കൊടുക്കുന്നത്. ഓക്കെ, സോ എന്താണ് പറയുന്നത് വെച്ചാൽ ഷീ ഡിഫൈൻസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് യുവർ സെൽഫ് ഫ്രം ദ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ബൈ സേയിങ് ദാറ്റ് women are often told that responsibility to themselves should come second to their relationship and responsibilities to other people. They are given ethical models of self-denying wife and mother. They are intellectual models who never commit themselves to anything fully. അല്ലെങ്കിൽ intelligent woman who denies her intelligence to become or to seem like more feminine. Okay, and who sits in passive silence even when she disagrees what happens outside her. Okay, സോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒരു ഇതിൽ വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് എക്സ്പ്രസ് ഹെർ ഇംപേഷ്യൻസ് വിത്ത് സ്റ്റഡീസ്? സ്റ്റഡീസിൻ്റെ അടുത്തുള്ള അസഹിഷ്ണുത എങ്ങനെയാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത്? എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് മനസ്സിൻ്റെ പാസീവ് റെസിപ്പിയൻസിക്കെതിരെ എഴുതിയിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷീ റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ പാസീവ് റെസിപ്പിയൻസി ഓഫ് ദ മൈൻഡ്. പിന്നെ അവരുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം വിമണ്ണാണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതൽ കമ്പയർഡ് ടു മെൻ. പക്ഷേ ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ മെൻ്റൽ ആക്ടിവിറ്റീസൊക്കെ മെന്നിനായിരിക്കും കൂടുതൽ. So she said that women want to be made to think actively. Okay, their apprehension is quicker than that of men, but the defect lies for the most part in logical faculty and higher mental activities. Okay, next question, what according to Rich is the courage to be different? വ്യത്യസ്തനാവാനുള്ള ഒരു കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കോർഡിംഗ് ടു അഡ്രീൻ റിച്ച്? എന്താണ് അഡ്രീൻ റിച്ച് പറയുന്നത്? ഡിഫറെൻ്റ് ആവാനുള്ള കറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം എന്നുള്ള ടൈമിൽ മറ്റുള്ളവർക്ക് അവൈലബിൾ ആവാതിരിക്കുക. അതുമാതിരി നമുക്കുള്ള നമ്മുടെ ജോബ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്നിറ്റി, നമുക്ക് വേണ്ട റെസ്പെക്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും പാരൻസ് ആയാലും ലവർ ആയാലും ഹസ്ബൻഡ് ആയാലും ആരുടെ അടുത്തുനിന്ന് നമ്മളത് ഡിമാൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെ പറയേണ്ടത് നമുക്ക് വേണ്ട ലൈഫ്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതിനടുത്ത് നമ്മൾ കമ്മിറ്റഡ് ആകണം. അല്ലാതെ എല്ലാതും സഹിക്കുന്ന ഒരു പാസീവ് ലൈഫ് ലീഡ് ചെയ്യരുത്. Okay, so courage to be different എന്ന് പറഞ്ഞാൽ it consists not to be continuously available to others when women need time for themselves and their work. Okay, പിന്നെ women should demand from parents, friends, roommates, teachers, lovers, husbands and children to respect their sense of purpose and their integrity as persons. And once women begin to feel committed to their lives, they can never be satisfied with the old passive ways. Okay. വാട്ട് അക്കോർഡിംഗ് ടു റിച്ച് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ കോൺട്രാക്ട്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ട് ഓഫ് ദ കോൺട്രാക്റ്റിൽ റിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ വിമൻസ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ഫാക്കൽറ്റീസ് അവരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് അവകാശപ്പെടാൻ കഴിയും. ഇന്നും വിമൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും അതൊരു നെഗറ്റീവായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈവൻ മെയിൽ പ്രൊഫസേഴ്സിന് വിമൻ കോളേജിൽ വർക്ക് ചെയ്യുന്നത് ഒരു സെക്കൻഡ് റേറ്റ് കരിയറായിട്ട് കൺസിഡർ ചെയ്യുന്നവരും ഇപ്പോൾ ഉണ്ട്. Okay, so second part of the contract is that in a women's college, the students have the right to expect their faculty to take them seriously. Okay, the education of women and the attitudes about women's role, their ability to think, etc. are still present in the society. Many male professors still feel that teaching in a women's college is a second-rate career. So these all situations should change. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നെസസറി ഇൻഗ്രീഡിയൻസ് ഓഫ് ഇൻ്റലക്ച്വൽ ഫ്രീഡം? ഇൻ്റലക്ച്വൽ ഫ്രീഡം അല്ലെങ്കിൽ ഭൗതിക സ്വാതന്ത്ര്യത്തിൻ്റെ ചേരുവകൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അബിലിറ്റി ടു ക്രിട്ടിസൈസ് ദ ആൻറ്റി വുമൺ ആറ്റിറ്റ്യൂഡ്സ് ഫൗണ്ട് ഇൻ ദ ടെക്സ്റ്റ്. അതുമാതിരി ക്ലിയർ തിങ്കിങ്, ആക്റ്റീവ് ഡിസ്കഷൻ ആൻഡ് എക്സലൻറ്റ് റൈറ്റിംഗ്. ഓക്കെ, സോ വാട്ട് ആർ ദ നെസസറി ഇൻഗ്രീഡിയൻസ് ഓഫ് ഇൻ്റലക്ച്വൽ ഫ്രീഡം? അബിലിറ്റി ടു ക്രിട്ടിസൈസ് ദ ആൻറ്റി വുമൺ ആറ്റിറ്റ്യൂഡ്സ്, ക്ലിയർ തിങ്കിങ്, ദെൻ ആക്റ്റീവ് ഡിസ്കഷൻ, എക്സലൻറ്റ് റൈറ്റിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് ഇൻ്റലക്ച്വൽ ഫ്രീഡത്തിൻ്റെ ഇൻഗ്രീഡിയൻസ്. അബിലിറ്റി ടു ക്രിട്ടിസൈസ് ദ ആൻറ്റി വിമൺ ആറ്റിറ്റ്യൂഡ്സ് ഇൻ ദ ടെക്സ്റ്റ്, ക്ലിയർ തിങ്കിങ്, ആക്റ്റീവ് ഡിസ്കഷൻസ്, എക്സലൻറ്റ് റൈറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് അഡ്രീൻ റിച്ച് മീൻ ബൈ സ്റ്റുഡൻസ് ഡിമാൻഡ് ടു ബി ടേക്കൺ സീരിയസ്ലി? ഓക്കെ, സ്റ്റുഡൻസ് ഡിമാൻഡ് ടു ബി ടേക്കൺ സീരിയസ്ലി എന്ന് പറയുന്നത് കൊണ്ട് അഡ്രീൻ റിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇന്നത്തെ സൊസൈറ്റിയിൽ ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഫീമെയിൽ സ്റ്റുഡൻസിനെ ഇന്നും സീരിയസ് ആയിട്ട് ഗവനിക്കാത്ത ആളുകൾ ഇന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ ഓഫ് ദ വിമൺ സെഞ്ച്വറീസ് ആയിട്ട് ഡിബേറ്റ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്നും വിമൻ്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ കഴിവുകളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സൊസൈറ്റി തന്നെയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് തിങ്കിങ്, ഈ സിറ്റുവേഷനൊക്കെ ചേഞ്ച് ചെയ്യണം. സോ വിമൺ ആൻഡ് മെൻ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേമാതിരി യുണീക്കാണ്. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ അഡ്രീൻ റിച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ദ ഫീമെയിൽ സ്റ്റുഡൻസ് ആർ നോട്ട് ഓഫൻ ടേക്കൺ സീരിയസ്ലി ഈവൻ ബൈ ദ ടീച്ചേഴ്സ്. So education of women has been a debate over centuries. All these negative attitudes about women, about their ability, etc. have to be changed. Women should be considered equal to men. അത്രയാണ് അതിൽ. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, അഡ്രീൻ റിച്ച് പ്രോസ് സ്റ്റൈൽ ഇൻ ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു പാഠത്തിലെ പ്രോസിൻ്റെ സ്റ്റൈലാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? സോ അഡ്രീൻ റിച്ച് എന്ന് പറഞ്ഞാൽ അവർ ഫേമസ് ആയത് ശരിക്കും ഒരു പോയറ്റായിട്ടാണ്. പക്ഷെ അവർ ഒരുപാട് പ്രോസുകളും എഴുതുന്നുണ്ട്. ഓക്കെ, സോ ഒരു എസ്സേയിൽ അവർ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒന്നിൽ അവർ എഴുതിയിട്ടുള്ളത് സ്ത്രീകളുടെ തിരഞ്ഞെടുക്കലുകൾ എത്രമാത്രം വിലക്കുകൾ അഭിമുഖീകരിക്കുന്നു എന്നാണ്.
അതായത് ഇപ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ അവരെത്രത്തോളം വിലക്കുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അവർ ഒരു പ്രോസിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഈ ഒരു അഡ്രീൻ റിച്ച് എന്ന് പറഞ്ഞാൽ ഷീ വാസ് എ ചാമ്പ്യൻ ഓഫ് ദ ഫെമിനിസ്റ്റ് ആൻഡ് LGBTIQ ആക്ടിവിസ്റ്റ്. LGBTIQ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ് ആൻഡ് ക്വസ്റ്റ്യനിങ് ആക്ടിവിസ്റ്റ്സ് എന്നാണ്. ഓക്കെ. സോ അവർ സ്ത്രീപക്ഷവാദികളുടെ ഒരു വക്താവായിരുന്നു. അതുമാതിരി തന്നെ ഈ ഒരു LGBTIQ ആക്ടിവിസ്റ്റും ആയിരുന്നു അവർ. ഇനി ഇവരുടെ ഈ ഒരു പ്രോസ് സ്റ്റൈലിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോസ് എന്ന് പറഞ്ഞാൽ കോൺഫ്രണ്ടേഷണലാണ്, ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്, ഒറാറ്റോറിക്കലാണ്. ഈ പോയിന്റ്സ് നോട്ട് ചെയ്യാം കേട്ടോ. അവരുടെ പ്രോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കൺസിഡർഡ് കോൺഫ്രണ്ടേഷണൽ, ആർഗ്യുമെൻറ്റേറ്റീവ് ആൻഡ് ഒറേറ്റോറിക്കൽ. ഓക്കെ. ദെൻ ഷീ ഈസ് ഫോണ്ട് ഓഫ് യൂസിങ് ലോങ് സെൻറ്റൻസസ് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലോങ് സെൻറ്റൻസസ് ആണെങ്കിലും സിമ്പിൾ സെൻറ്റൻസസ് ആയിരിക്കും. പിന്നെ അവരുടെ ടോൺ എന്ന് പറയുന്നത് ഡിഡാക്റ്റിക് ആണ്. ഓക്കെ. ഹർ ടോൺ ഇസ് ഡിഡാക്റ്റിക്. പിന്നെ അവളുടേതായ ഒരുപാട് ടേംസ് അവർ കോയിൻ ചെയ്തിട്ടുണ്ട്, ലൈക്ക് പാസീവ് റെസിപ്പിയൻസി. അതുമാതിരി അവരുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് സ്ട്രോങ് ഫെമിനിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്ക് എതിരുള്ളൊരു വോയിസ് ആണ്. ഓക്കെ. ഇൻ ഷോർട്ട്, അഡ്രീൻ റിച്ചിൻ്റെ പ്രോസ് സ്റ്റൈൽ എന്ന് പറയുന്നത് കൺഫ്രണ്ടേഷണൽ ആണ്, ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്, ഒറാറ്റോറിക്കൽ ആണ്, ലോങ് സെൻറ്റൻസസ്, സിമ്പിൾ സെൻറ്റൻസസ്, ഫെമിനിൻ വോയിസ്, ഹെറോൺ ടെർമിനോളജീസ് കോയിൻ ചെയ്യാറുണ്ട്, ലൈക്ക് പാസീവ് റെസിപ്പിയൻസി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജെൻഡേർഡ് ബയസ് ഇൻ എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു അഡ്രീൻ റിച്ച്. ഈവൻ എഡ്യൂക്കേഷനിൽ വരെയുള്ള ഈ ഒരു ജെൻഡേർഡ് ബയസ്, ലിംഗവിവേചനം, അതിനെക്കുറിച്ചിട്ടുള്ള അഡ്രീൻ റിച്ചിൻ്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. എന്താണ് അവരുടെ അഭിപ്രായം? അങ്ങനെ ഒരുപാട് ജെൻഡേർഡ് ബയാസ് എഡ്യൂക്കേഷനിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ മെൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള men have perceived and organized their experience, their history, ideas of social relationship, good and evil, sickness and health, and this is what is taught in colleges. അല്ലേ? അതായത് മെൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗ്രേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു മേജർ ടെക്സ്റ്റ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ടൈമിൽ അതെല്ലാം മെന്നിനെ സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലാതെ ബ്ലാക്ക് ആൻഡ് അതർ മൈനോറിറ്റി പീപ്പിളിനും ഈ ഒരു എക്സംഷൻ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുറേ ബുക്ക് ഞാൻ പറഞ്ഞുതരാം. ബുക്സ് നമ്മൾ പഠിക്കുന്ന കുറച്ച് ബുക്സാണ്, ലൈക്ക് ഡിസെൻഡ് ഓഫ് മാൻ ആൻഡ് ഹിസ് സിംബൽസ്, ഇറേഷണൽ മാൻ, ഫിനോമിനൻ ഓഫ് മാൻ, ഫ്യൂച്ചർ ഓഫ് മാൻ ആൻഡ് ദ മെഷീൻസ്, ഫ്രം മാൻ ടു മാൻ, മേ മാൻ പ്രിവെയിൽ, മാൻ, സയൻസ് ആൻഡ് സൊസൈറ്റി, വൺ ഡയമെൻഷണൽ മാൻ. ഇതൊക്കെ ഓരോ ബുക്സാണ്. ബട്ട് ഇതൊക്കെ മാൻ എന്നുള്ളൊരു ഇതിലെ സെൻറ്റർ ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്, അല്ലേ? ഇതൊക്കെ വുമണിനെ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു, അതായത് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മാൻ ആൻഡ് വുമൺ ആണ്. അതിലൊരു 50% സെക്ഷൻ വുമൺ ആണ്. അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ളത്. സോ അഡ്രീൻ റിച്ച് പറയുന്നത് അങ്ങനെ ഒരുപാട് ജെൻഡേർഡ് ബയസ് എഡ്യൂക്കേഷനിൽ ഉണ്ട് എന്നാണ്. കാരണം നമ്മൾ കേൾക്കുന്ന മേജർ ടെക്സ്റ്റ് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കാര്യം, ഗ്രേറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ, അല്ലെങ്കിൽ ബുക്സിൻ്റെ നെയിംസ്, ഇതൊക്കെ മാൻ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. ഇവർ പറയുന്നത് ഈവൻ സയൻസ്, ശാസ്ത്രം വരെ റേസിസ്റ്റ് ആൻഡ് സെക്സിസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു 100 വർഷമായിട്ടേ ഉള്ളൂ ഹയർ എഡ്യൂക്കേഷനൊക്കെ വുമണിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുള്ളൂ. അതും ഇന്നും മിഡിൽ ക്ലാസ് ആൻഡ് ഹൈ ക്ലാസ് വുമണിൽ മാത്രമേ എത്തുന്നുള്ളൂ. പല സ്ഥലങ്ങളിലും ഇന്നും വിമണിന് എഡ്യൂക്കേഷനൊന്നുമില്ല. സോ ഇതൊക്കെയാണ് ഈ ഒരു ജെൻഡേർഡ് ബയസ് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് അഡ്രീൻ റിച്ച് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് അഡ്രീൻ റിച്ച് എലാബറേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു വൺ സെൽഫ്? നമ്മൾ നേരത്തെ പഠിച്ച അതേ ക്വസ്റ്റ്യനാണ്. നമ്മളോടുള്ള ചുമതല നമ്മൾ ഏറ്റെടുക്കുക. അതെങ്ങനെ പറയുന്നത്? ഫസ്റ്റ്, സമൂഹം അവർക്ക് കൊടുക്കുന്ന മോഡൽസ്, അവരുടെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി സെക്കൻഡ് പ്ലേസ് ആണ്. ഫസ്റ്റ് മറ്റുള്ളവരുടെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് പറയുക. പിന്നെ പറയുക, റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് മീൻസ് റെഫ്യൂസിങ് ടു ലെറ്റ് അതേഴ്സ് ഡു യുവർ തിങ്കിങ്, ടോക്കിംഗ് ആൻഡ് നെയിമിങ് ഫോർ യു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. അതാണ് റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ. റെഫ്യൂസിങ് ടു ലെറ്റ് അതർ പീപ്പിൾ ഡു യുവർ തിങ്കിങ്, ടോക്കിംഗ് ആൻഡ് നെയിമിങ്. ഇറ്റ് മീൻസ് ലേണിംഗ് ടു റെസ്പെക്റ്റ് യു. ഓക്കെ. നിങ്ങളുടെ ബ്രെയിനിനെയും നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റിനെയും നിങ്ങൾ തന്നെ യൂസ് ചെയ്യുക. അതാണ് റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നിങ്ങളുടെ ബോഡീനെ ജസ്റ്റ് ഒരു കമോഡിറ്റി, മറ്റുള്ളവർക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാനുള്ള ഒരു കമോഡിറ്റി ആയിട്ട് മാത്രം കാണാതെ സ്വന്തം ബുദ്ധിയും അല്ലെങ്കിൽ വിവേകമൊക്കെ സ്വയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുക. അതാണ് റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ബോഡി, ഒരു വുമൻ്റെ ബോഡി ജസ്റ്റ് ഒരു ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്താൽ നമ്മുടെ മനസ്സും കൂടി ഡേഞ്ചറിലാണ് വരുന്നത്.
Okay, so responsibility to yourself means refusing to let others do your thinking, let others talk for you, using your brain and instinct by yourself. ഡു നോട്ട് ഫോൾ ഫോർ ഷാലോ ഓർ ഈസി സൊല്യൂഷൻസ്. ഓക്കെ, പിന്നെന്താണ്, ഇതൊക്കെ പ്രീ ഡൈജസ്റ്റഡ് ബുക്സ് അല്ലെങ്കിൽ ഐഡിയാസ് ആണ്. ദാറ്റ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒറ്റ ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈസി കോഴ്സസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഓരോ കോഴ്സുകളും ബുക്കുകളൊക്കെ ഉണ്ട്. അതിലൊന്നും വീഴാതിരിക്കുക. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിക്കാം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കുട്ടി ഉണ്ടാവാം, അങ്ങനെയുള്ള ചിന്തകളിലൊന്നും വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് യു റെഫ്യൂസ് ടു സെൽ യുവർ ടാലൻസ് ആൻഡ് ആസ്പിറേഷൻസ്. നിങ്ങളുടെ കഴിവ് വിൽക്കാതിരിക്കുക, നിങ്ങളുടെ കഴിവും ബുദ്ധിയൊക്കെ സ്വയം യൂസ് ചെയ്യുക. ആൻഡ് ഹാവ് ദ കറേജ് ടു ബി ഡിഫറെൻറ്റ് ആവാനുള്ള കറേജ് ഉണ്ടാവുക. അതായത് മറ്റൊരാൾക്ക് എപ്പോഴും അവൈലബിൾ ആവാതെ സ്വന്തം കാര്യങ്ങൾക്ക് അവൈലബിൾ ആവാൻ നോക്കുക. നമുക്ക് വേണ്ട റെസ്പെക്റ്റ് ഡിമാൻഡ് ചെയ്യുക, ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും അത് ഡിമാൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ലൈഫിൻ്റെ അടുത്ത് കമ്മിറ്റഡ് ആകണം, അല്ലാതെ പാസീവായിട്ട് എല്ലാം കേട്ടിരിക്കുന്ന ഒരു ലൈഫ് ആവരുത്. സോ റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്നുള്ള കോൺസെപ്റ്റ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എഴുതണം. ഫസ്റ്റ് നമുക്ക് സൊസൈറ്റി തരുന്ന മോഡൽ എഴുതുക. പിന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റെഫ്യൂസിങ് അതേഴ്സ് ടു ഡു യുവർ തിങ്കിങ്. നിങ്ങളുടെ ബുദ്ധി ടാലൻ്റൊക്കെ സ്വയം നമ്മൾ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഈസി സൊല്യൂഷൻസിലൊന്നും ഫോളോ ചെയ്യാതിരിക്കുക. കല്യാണം കഴിച്ചാൽ അത് ശരിയാവും, അല്ലെങ്കിൽ കുട്ടികളുണ്ടായാൽ അത് ശരിയാവും, അങ്ങനെയുള്ള നോഷൻസ് ഒന്നും ബിലീവ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സമയം കണ്ടെത്തുക. ദാറ്റ് യു ഹാവ് ടു ഹാവ് ദ കറേജ് ടു ബി ഡിഫറെൻറ്റ്. ഓക്കെ, പിന്നെ നമ്മളോട് തന്നെ കമ്മിറ്റഡ് ആവുക, നമ്മുടെ ലൈഫിൻ്റെ അടുത്ത് കമ്മിറ്റഡ് ആവുക. ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ഫാക്കൽറ്റി. സ്റ്റുഡൻസും ടീച്ചേഴ്സും അല്ലെങ്കിൽ സ്റ്റുഡൻസും ആൻഡ് ദ ഫാക്കൽറ്റീസും തമ്മിലുള്ള ഉടമ്പടി എന്തായിരിക്കണം? എന്താണ്? സോ ഒരു വുമൻസ് കോളേജിൽ സ്റ്റുഡൻസിന് അവരുടെ ഫാക്കൽറ്റി ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവരെ സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും, അല്ലേ? പിന്നെ എഡ്യൂക്കേഷൻ ഓഫ് ദ വിമൺ കാര്യങ്ങളായിട്ടുള്ള ഡിബേറ്റ്സ് ആണ്. വിമണിൻ്റെ കഴിവിനെ കുറിച്ചിട്ടൊക്കെ ഇന്നും സൊസൈറ്റിക്ക് ഡൗട്ട് ഉണ്ട്, അതൊക്കെ പറയാം. പിന്നെ ഇന്നും മെയിൽ പ്രൊഫസേഴ്സിന് വിമൺ കോളേജിൽ വർക്ക് ചെയ്യുന്നത് ഒരു സെക്കൻഡ് റേറ്റ് കാരിയറായിട്ട് കൺസിഡർ ചെയ്യുന്ന പ്രൊഫസേഴ്സ് ഉണ്ട് എന്ന് പറയാം. പിന്നെന്താണ്, ഒരുപാട് പേര് വുമൺ സ്റ്റുഡൻസിനെ, അതായത് ഫീമെയിൽ സ്റ്റുഡൻസിനെ വെറും സെക്ഷുവൽ ഒബ്ജക്ട്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതായത് അവരുടെ മൈൻഡ്, അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവരെ വളർത്താതെ അവരെ വെറും ഒരു സെക്സ് ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ കോളേജസ് ഇന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ വിട്ടുപോകുന്ന കാര്യം എന്തൊക്കെയാണ്? ക്ലിയർ തിങ്കിങ്, ആക്റ്റീവ് ഡിസ്കഷൻ അല്ലെങ്കിൽ എക്സലൻറ്റ് റൈറ്റിംഗ്. ഇൻ്റലക്ച്വൽ ഫ്രീഡത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ക്ലിയർ തിങ്കിങ്, ആക്റ്റീവ് ഡിസ്കഷൻ, എക്സലൻറ്റ് റൈറ്റിംഗ്. സോ ഇതൊന്നും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നില്ല, അതൊക്കെ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൂടുതൽ തോട്ട്ഫുൾ അല്ലെങ്കിൽ എക്സ്പ്രസീവായിട്ട് മാറ്റാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇതൊക്കെ മാറ്റണം. സോ സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് ഇതൊക്കെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരത് സീരിയസ് ആയിട്ട് ഗൗനിക്കണം. അവർ വെറും സെക്സ് ഒബ്ജക്ട്സ് അല്ല, അവർക്ക് അവരുടേതായ മൈൻഡ്, ബുദ്ധി, ടാലൻ്റ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ കാണണം. അവർക്ക് ക്ലിയർ തിങ്കിങ് അല്ലെങ്കിൽ ആക്റ്റീവ് ഡിസ്കഷൻ, എക്സലൻറ്റ് റൈറ്റിംഗ് ഒക്കെ പഠിപ്പിക്കണം. പിന്നെ അവർക്ക് എക്സ്പ്രസീവ് അല്ലെങ്കിൽ കൂടുതൽ തോട്ട്ഫുൾ ആകാൻ അവർക്കൊരു ചാൻസ് കൊടുക്കണം. ഇതൊക്കെ ഇവർക്ക് ഡിമാൻഡ് ചെയ്യാം. സോ ദാറ്റ് ഷുഡ് ബി ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ഫാക്കൽറ്റി. ഓക്കെ, ഇനി ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ ഇസ് എ ക്രിട്ടിക് ഓഫ് ദ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം എ വുമൻസ് പേഴ്സ്പെക്റ്റീവ് ഡിസ്കസ്. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വുമൻ്റെ, സ്ത്രീകൾക്കുള്ള എഡ്യൂക്കേഷനെതിരുള്ള ഒരു ക്രിട്ടിക്കാണ്, ഒരു വിമർശനമാണ് ഈ ഒരു എസ്സേ ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ. അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഇറ്റ് ഈസ് എ ക്രിട്ടിക് ഓഫ് ദ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം വിമൻസ് പേഴ്സ്പെക്റ്റീവ്. അതായത് ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ഫീമെയിൽ സ്റ്റുഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ക്ലെയിം ചെയ്യലും റിസീവ് ചെയ്യലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ റിച്ച് പറയുന്നൊരു കാര്യം എന്താണ്? യൂണിവേഴ്സിറ്റി ലേണിങ്ങിൻ്റെ ഒരു വലിയൊരു ഡീവാസ്റ്റേറ്റിംഗ് വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വുമൻ്റെ എക്സ്പീരിയൻസും തോട്ടും മായ്ച്ച് കളയുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. അതുമാതിരി അവരുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയിൽ വിമൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാതാക്കുക. പിന്നെ വുമൻസിനെ എന്തായിട്ടാണ് കാണുന്നത്? ഒരു വെറും സെക്സ് ഒബ്ജക്ട്സ് ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ബുക്സിലൊക്കെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും മെൻ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനത്തെ കുറേ ബുക്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഇവർക്ക് ഇവരുടേതായ തോട്ട്സ് അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സിസ്റ്റം തന്നെയാണ് ഇന്നും ഒരുപാട് സ്ഥലത്ത് നിലനിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ 50% മെന്നും 50% വിമണുമാണ്.
ഓക്കെ. സോ ഇന്നും നിലനിൽക്കുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റം പാട്രിയാർക്കൽ ആണെന്നാണ് എഡ്രിൻ റിച്ച് പറയുന്നത്. ഓക്കെ. അപ്പോൾ വിമൻ സ്റ്റുഡൻസ് പെട്ടെന്ന് ഈസി സൊല്യൂഷൻസിലൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് അവരുടെ ടാലൻസും അതുമാതിരി അവരുടെ ആസ്പിറേഷൻസൊന്നും സെല്ല് ചെയ്യാതെ വിൽക്കാതെ നിൽക്കാൻ അവർ എന്ത് ചെയ്യണം, അവർ ശ്രമിക്കണം, അവർ റെഫ്യൂസ് ചെയ്യണം. ഓക്കെ. പിന്നെ സൊസൈറ്റി അവരോട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വുമൺ ഷുഡ് ബി നൈസ്, അവർ നൈസായിരിക്കണം, പ്ലേ സേഫ്, അല്ലെങ്കിൽ അവർക്ക് പ്രൊഫഷണൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും പാടില്ല, അല്ലെങ്കിൽ കുറവായിരിക്കണം, അവർ വർക്ക് ഫോർഗെറ്റ് ചെയ്ത് കല്യാണം കഴിച്ച് സെറ്റിലാവണം. ഇതൊക്കെയാണ്. പക്ഷേ വുമൻ സ്റ്റുഡൻസ് ഇതിനൊന്നും വീഴാതെ ദേ ഹാവ് ടു ഹാവ് ദ കറേജ് ടു ബി ഡിഫറെൻറ്റ്. എപ്പോഴും മറ്റൊരാൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ സൊസൈറ്റി പറയുന്നതൊക്കെ കേട്ട് ജീവിക്കാൻ വേണ്ടി അവർ നിൽക്കരുത്. ഓക്കെ. അവർക്ക് വേണ്ട റെസ്പെക്റ്റ്, അവർക്ക് വേണ്ട പൊസിഷൻ ഡിമാൻഡ് ചെയ്യാനുള്ള കറേജ് വിമൻ സ്റ്റുഡൻസ് കാണിക്കണം. ഓക്കെ. അങ്ങനെ ലൈഫിൻ്റെ അടുത്ത് ഒരു കമ്മിറ്റ്മെൻറ്റ് തോന്നി തുടങ്ങിയാൽ പിന്നെ ഇതൊക്കെ പതിയെ മാറിക്കോളും. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ക്രിട്ടിക് of the present system of education from a woman's perspective. Okay. Next question, critically evaluate Adrian Rich's concept of education. Adrian Richൻ്റെ എഡ്യൂക്കേഷൻ്റെ ആശയങ്ങൾ അതിനൊന്ന് ക്രിട്ടിക്കലായിട്ട് എഴുതാൻ, വിമർശനാത്മകമായിട്ടൊന്ന് വിശദീകരിക്കാൻ. എന്താണ് അഡ്രിൻ റിച്ച് പറയുന്നത്? എഡ്യൂക്കേഷൻ ഇസ് നോട്ട് സംതിങ് ടു ബി റിസീവ്ഡ് ബട്ട് ക്ലെയിംഡ്. ക്ലെയിം ചെയ്യുക, അവകാശപ്പെടുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ, അല്ലേ? അപ്പോൾ ക്ലെയിം ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പാണ്. റിസീവ് ചെയ്യുക പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അത് വാങ്ങുക, അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ക്ലെയിം ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി ലേണിങ്ങിൻ്റെ ഒരു ഡിവാസ്റ്റേറ്റിംഗ് വീക്ക്നെസ് ആയിട്ട് അവർ പറയുന്നത് വുമൻ്റെ എക്സ്പീരിയൻസും തോട്ട്സൊക്കെ അക്കാഡമിക് കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. അതുമാതിരി അക്കാഡമിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ വിമണിനെ മെമ്പേഴ്സ് ആക്കാത്തതാണ്. അത് പറയാം. പിന്നെ വുമൻ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ വലിയ ഒരു ബോർഡിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൽ വുമൺ മെമ്പേഴ്സ് കുറവാണ്. പിന്നെന്താണ്, ഈ ഡൗഗ്ലസ് കോളേജ് തന്നെ ഒരു വിമൻസ് കോളേജാണ്, പക്ഷെ അതിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ മെൻ തന്നെയാണ്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്, വാട്ട് ദി സ്റ്റുഡൻസ് ലേൺ ഹിയർ എന്ന് പറഞ്ഞാൽ നൈദർ ഒബ്ജക്റ്റീവ് റിയാലിറ്റി നോർ ആൻ ആക്യുറേറ്റ് പിക്ചർ ഓഫ് ദ പാസ്റ്റ് ആണ്, അല്ലേ? കറക്റ്റ് പിക്ചർ ഓഫ് ദ പാസ്റ്റ് എന്നല്ല സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരെന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ഗ്രേറ്റ് ഇഷ്യൂസോ എന്താണെങ്കിലും അതൊക്കെ മെൻ റിലേറ്റഡ് ആണ്. മെൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ പെർസീവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹിസ്റ്ററീനെ അവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അതൊക്കെയാണ് അവർ പഠിക്കുന്നത്. സോ പിന്നെ അതുമാതിരി തന്നെ അവർ പറയുന്ന കുറേ ബുക്സ് ഉണ്ട്, ഓരോ ബുക്സിൻ്റെ പേരുണ്ട്, അതിലൊക്കെ മെന്ന്, ഡിസെൻറ്റ് ഓഫ് മെൻ, മാൻ ആൻഡ് ഹിസ് സിംബൽസ്, ഫിനോമിനൻ ഓഫ് മെൻ, ഒക്കെ മാൻ എങ്ങനെയാണ് ഒരു കാര്യത്തിനെ പെർസീവ് ചെയ്യുന്നത്, അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയാസ് എന്താണ്, അവർക്ക് ഗുഡ് എന്താണ്, അവർക്ക് ഈവിൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഡിഫറെൻ്റ് ആകാനുള്ളൊരു കറേജ് കൊടുക്കണം. ഡിഫറെൻ്റ് ആവുക പറഞ്ഞാൽ നോട്ട് ടു ബി അവൈലബിൾ ടു സമ്മൺ, അല്ലെങ്കിൽ വുമൺ എന്ന് പറഞ്ഞാൽ അവരുടെ ടാലൻറ്റും ബുദ്ധിയൊക്കെ സ്വയം ഉപയോഗിക്കണം, മറ്റൊരാൾക്ക് വിൽക്കരുത്, അല്ലെങ്കിൽ ഈസി സൊല്യൂഷൻസിൽ വീണു പോകരുത്. സോ വിമൻസ് എന്ത് ചെയ്യണം, വിമൻ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് വഴി ദേ ഹാവ് ടു ബി ലേൺ ടു ഇൻഡിപെൻഡൻറ്റ്, ദേ ഷുഡ് ലേൺ ടു ബി ഇൻഡിപെൻഡൻറ്റ്. പിന്നെ ദേ ഷുഡ് നെവർ സെൽ ദെയർ ടാലൻറ്റ് ഓർ ദെയർ ബ്രെയിൻ. ദേ ഷുഡ് നോട്ട് സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് ദാൻ വാട്ട് സ്റ്റാൻഡ്സ് ഫോർ ദം. ഓക്കെ. So they should have the courage to be different. They should not be continuously available to someone. They should refuse to sell their talents to some other people. Okay. And in short, they should feel committed to their lives. Then only education will be good for the female students. Okay. So അതാണ് ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷനിലെ എസ്സേ ക്വസ്റ്റ്യൻസ്. മീൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ധൈര്യമാണ് കൊടുക്കേണ്ടത്, അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ കഴിവുകളൊക്കെ ഉപയോഗിക്കാനുള്ള ധൈര്യം കൊടുക്കുന്നതാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതാണ് നമ്മുടെ അഡ്രിൻ റിച്ചിൻ്റെ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഓൺ ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. താങ്ക് യു.